പ്രണയശലഭങ്ങൾ ഭാഗം 29. അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഗൗരി മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെയൊന്ന് നോക്കി. പരിഭവം നിറഞ്ഞ കണ്ണുകളിലെ ആ കൂർപ്പിച്ച നോട്ടം ആസ്വദിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ അവൾക്ക് മുന്നിൽ നിന്നു കൊടുക്കുകയായിരുന്നു. തനിക്ക് എന്നോട് എന്തേലും പറയാനുണ്ടോ ഗൗരി? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അത് പിന്നെ ഞാൻ ആദ്യേട്ടൻ എന്നെ എത്ര വേണേലും കളിയാക്കിക്കോളൂ, എന്നാലും എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ മനസ്സുണ്ടാകണം. ഷോളിൻ തുമ്പ് വിരലിലിട്ട് ചുറ്റിപ്പിടിച്ച് തിരിക്കുന്നതിനിടയിൽ വാക്കുകൾ കിട്ടാതെ അവൾ പ്രയാസപ്പെടാൻ തുടങ്ങി. എങ്ങനെ തുടങ്ങണം, എന്തു പറയണം എന്നൊന്നും അറിയാതെ ഒരേ വിഷമത്തോടെ അവൾ അവൻ്റെ മുന്നിൽ നിൽപ്പ് തുടർന്നു. അവളുടെ പതർച്ചയും ടെൻഷനുമെല്ലാം തിരിച്ചറിഞ്ഞിട്ടും അവൻ അതൊന്നും കാര്യമാക്കാൻ നിന്നില്ലെന്നു മാത്രമല്ല, എല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയും ചെയ്തു. താൻ ആഗ്രഹിക്കുന്നത് അവളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണമെന്നത് ആ മനസ്സിൻ്റെ മനഃപൂർവ്വമുള്ള നിർബന്ധമായിരുന്നു. അതിനായി അവൻ വാക്കുകൾ കൊണ്ടവളെ പരമാവധി ശ്വാസം മുട്ടിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വേണ്ട വേണ്ട, ഇത്ര പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ച് താൻ പറയുന്ന കാര്യം എനിക്ക് കേൾക്കണമെന്നില്ല. ആദ്യം താനൊന്ന് റിലാക്സ് ചെയ്യേ, അതിനുശേഷം നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട്. അവൻ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടതും ഗൗരി വെപ്രാളപ്പെട്ടുകൊണ്ട് അവനെ വീണ്ടും തിരിച്ചു വിളിച്ചു. അയ്യോ ആദ്യേട്ട, പ്ലീസ് പോകല്ലേ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? തിരിഞ്ഞു നിൽക്കുന്ന അവൻ്റെ മുഖത്ത് അപ്പോഴും പുഞ്ചിരി കലർന്നിരുന്ന ഭാവമായിരുന്നു. കാര്യം എന്തെന്ന് അറിയാനെന്നോണം അവൻ യാതൊരു കൂസലുമില്ലാതെ അവൾക്ക് അഭിമുഖമായി തന്നെ വീണ്ടും നിന്നു. കൈ രണ്ടും കൂട്ടിക്കെട്ടി. ഇനിയെല്ലാം പറഞ്ഞോളൂ, ഞാൻ കേൾക്കാനായി ഇവിടെ തന്നെയുണ്ടെന്നർത്ഥത്തിൽ ആ കണ്ണുകളിലേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി. ഒരു നിമിഷം ആ നോട്ടത്തിൽ അലിഞ്ഞു ചേർന്നെന്ന പോലെ അവളും അനങ്ങാതെ നിന്നു, പറയാനുള്ളതെല്ലാം മറന്നുപോയതുപോലെ. ഹലോ, താനിത് ഏത് ലോകത്താ? അരമണിക്കൂറായി ഞാനിവിടെ നിൽപ്പ് തുടങ്ങിയിട്ട്. ഹേ ഗൗരി! ആ കണ്ണുകൾക്ക് നേരെ അവൻ കൈവീശി വിളിച്ചു. ഞെട്ടി ഉണർന്നതുപോലെ അവൾ ആദ്യയെ നോക്കിക്കൊണ്ട് പെട്ടെന്ന് എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. സോറി ആദ്യേട്ടാ, സോറി. ഞാൻ ആദ്യേട്ടനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം എന്തെന്നറിയാതെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തു പറയണം, എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്ക് തൻ്റെ ഇഷ്ടം ആ മുഖത്ത് നോക്കി തുറന്നു പറയാനാവാതെ വാക്കുകൾക്കായി അവൾ സങ്കോചിച്ചു നിന്നു. തെറ്റിദ്ധാരണയും ക്ഷമപറിച്ചിലുമെല്ലാം നടത്തുന്നതിലൂടെ തൻ്റെ സ്നേഹം അവൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നവൻ അത്യധികം സന്തോഷിക്കുകയായിരുന്നു. ഇനി ആ സ്നേഹം അവൾ ഉറക്കെ തൻ്റെ മുഖത്തു നോക്കി വിളിച്ചു പറയേണ്ട താമസം മാത്രമേയുള്ളൂ. അതിനായി അവൻ അവളുടെ മുന്നിൽ പ്രതീക്ഷയോടെ കാതുകൾ കൂർപ്പിച്ച് നിൽക്കാൻ തുടങ്ങി. അവളുടെ ചുണ്ടിൽ നിന്നും മൊഴിയുന്ന ഓരോ വാക്കുകളും അവൻ ഹൃദയത്തിലേക്ക് പതിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പെട്ടെന്ന് അവൻ്റെ പോക്കറ്റിൽ കിടന്നിരുന്ന മൊബൈൽ ഫോൺ റിംഗ് ചെയ്തു തുടങ്ങിയത്. ആ നിമിഷത്തിനിടയിൽ ഒരു അപശകുനത്തെ പോലെ കടന്നു വന്ന ആ ഫോൺ കോളിൻ്റെ ശബ്ദം അവർക്കിടയിൽ അലോസരപ്പെടുത്തലുകൾ സൃഷ്ടിക്കാനിടയാക്കി. നാശം പിടിക്കാനായി, ഇതാരാ ഈ നേരത്തെന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അവൻ ആ ഫോൺ കോൾ എടുക്കാനായി ശ്രമിച്ചതും ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്ന പേര് കണ്ട നിമിഷത്തെ തന്നെ അവൻ്റെ കണ്ണുകൾ അതിശയത്തോടെയാണ് ഒന്ന് നോക്കിയത്. CI സാർ? ഇദ്ദേഹം എന്തിനായിരിക്കും ഇപ്പോൾ വിളിക്കുന്നതെന്ന് സംശയിച്ചു കൊണ്ടവൻ ഗൗരിയെയും ഫോൺ കോളിനെയും മാറി മാറി ഒന്ന് നോക്കാൻ തുടങ്ങി. ഒരല്പനേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ ഗൗരി, ജസ്റ്റ് മിനിറ്റ്. അവളുടെ അടുത്തു നിന്നും അല്പം മാറി നിന്ന ശേഷം അവൻ ആ ഫോൺ കോൾ പതിഞ്ഞ സ്വരത്തോടുകൂടി അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ ആദി, ഇത് ഞാനാ, CI മഹേഷ്. ആ, എനിക്ക് മനസ്സിലായി സാർ. പക്ഷേ സാർ എന്താ ഈ നേരത്ത്? അത് ശരി, അപ്പോൾ നീ ആ കാര്യം മറന്നോ? ആദ്യം നീയല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരുത്തനെക്കുറിച്ച് ഒരു പരാതി തന്നത്? അവനെ കയ്യിൽ കിട്ടിയാൽ പൊക്കിയെടുത്ത് നന്നായൊന്ന് പെരുമാറണമെന്ന് പറഞ്ഞതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോടാ? ഹേയ് ഇല്ല മഹേഷ് സാറേ, അത്ര പെട്ടെന്നൊന്നും അത് മറക്കാനാകില്ലല്ലോ. എന്തായി, അവനെക്കുറിച്ച് വല്ല തുമ്പും കിട്ടിയോ? യെസ്, അക്കാര്യം പറയാൻ വേണ്ടിയാ നിന്നെ ഞാൻ വിളിച്ചത്. പക്ഷേ തുമ്പല്ല, അവനെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആണോ? കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസയോടെ അവൻ കണ്ണുകളൊന്ന് വിടർത്തി നിന്നു. തൊട്ടപ്പുറത്ത് തന്നെയും പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമയോടെ നോക്കി നിൽക്കുന്ന ഗൗരിയുടെ നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് വീണ്ടും അവൻ ഫോൺ കോളിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിച്ചു. എങ്ങനെയാ അവനെ കിട്ടിയത്? എവിടുന്ന സാർ അവനെ പൊക്കിയത്? അതാ ഏറ്റവും വലിയ തമാശ. അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ, നീ വിചാരിക്കും പോലെ അവൻ അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. ഒരു ചെറിയ പോക്കറ്റടിക്കാരൻ.
ഞാൻ അവന് ശരിക്കൊന്ന് കുടഞ്ഞപ്പോൾ തന്നെ അവൻ എല്ലാ കാര്യങ്ങളും തത്ത പറയുന്ന പോലെ പറഞ്ഞു കേൾപ്പിച്ചു. എന്താ എന്താ അവൻ പറഞ്ഞത്? ആവശ്യത്തോടെ അവൻ ചോദിച്ചു. അവൻ്റെ കക്ഷികൾ ചൂണ്ടിക്കാണിച്ച് ഒരു പെങ്കൊച്ചിനെ നൈസായൊന്ന് പേടിപ്പിച്ചു വിടാനാ ഉദ്ദേശിച്ചത്. അതവന് കുറച്ച് ചില്ലറ കൂലിയും കിട്ടിയെന്നാ പറഞ്ഞത്. പക്ഷേ ആ കൊച്ചിനെ പേടിപ്പിക്കാൻ ചെന്നപ്പോഴേക്കും നീ തക്ക സമയത്ത് അവിടെ എത്തിപ്പെട്ടു. പ്രതീക്ഷിക്കാതെ ചില ട്വിസ്റ്റ് നടന്നപ്പോൾ അയാളൊന്ന് പതറി. കാര്യങ്ങൾ കൈവിട്ടെന്ന് കരുതി കുറച്ചുനാൾ അയാൾ പേടിച്ച് ഒളിവിൽ കഴിഞ്ഞെന്നാ പറഞ്ഞത്. ദ്രോഹി. അവനെൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. പറ സാറേ, അവനിത് ആർക്കു വേണ്ടിയാ ചെയ്തെന്ന് വല്ലതും പറഞ്ഞോ? പറഞ്ഞു. നയന എന്നു പേരുള്ള ഒരു പെങ്കൊച്ചു പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തെന്നാ കക്ഷി സമ്മതിച്ചിരിക്കുന്നത്. നയനയോ? അവളോ? കേട്ട സത്യം വിശ്വസിക്കാനാകാതെ അവൻ ഒരു നിമിഷത്തേക്ക് പകച്ചു നിന്നു. അന്നേരം അവൻ്റെ കൈവിരലുകൾ അറിയാതെ ചുരുണ്ടു കയറാൻ തുടങ്ങി. അവൻ്റെ നിശബ്ദതയെ മറികടക്കാനായി അയാൾ വീണ്ടും ചോദിച്ചു. എന്താ ആദി, ആ പെൺകുട്ടിയെ നിനക്ക് പരിചയമുണ്ടോ? നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതുവരെ ഞാനിത് കേസാക്കാതിരുന്നത്. നീയൊന്ന് മൂളിയാൽ മതി, ആ പെൺകുട്ടിയെ ഞാൻ ആ നിമിഷം പൊക്കിയെടുത്ത് ഒന്ന് വിരട്ടിക്കളയാം. എന്താടാ, ഞാനിതിൽ ഇടപെടണോ? വേണ്ട സാറേ, ഇത്രയൊക്കെ എനിക്ക് വേണ്ടി മഹേഷ് സാർ ചെയ്തു തന്നില്ലേ, അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇത് കേസാക്കൊന്നും വേണ്ട, ഇതെനിക്ക് വിട്ടേക്ക്. ഞാൻ തന്നെ ഇത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം. എങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ. ആവേശം കയറി കൂടുതൽ പ്രശ്നത്തിലേക്കൊന്നും എടുത്തു ചാടിയേക്കരുത്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട, കേട്ടല്ലോ? അവൻ ആഴത്തിലൊന്ന് മൂളി. മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉരുത്തിരിഞ്ഞ തീരുമാനത്തെ നടപ്പിലാക്കാനെന്നോണം ശക്തിയുണ്ടായിരുന്നു ആ മൂളലിന്. മഹേഷ് സാറിൻ്റെ ഫോൺ കോൾ കട്ട് ചെയ്ത ശേഷവും അവൻ്റെ ഞെട്ടൽ പൂർണ്ണമായും വിട്ടുമാറിയിരുന്നില്ല. ഗൗരിയെ ഉപദ്രവിക്കാൻ മാത്രമുള്ള ശത്രുത നയനയ്ക്കുണ്ടാകാൻ കാരണം എന്തായിരിക്കുമെന്നവൻ ആഴത്തിൽ ചിന്തിച്ചു. പെട്ടെന്ന് മനസ്സാകെ കലങ്ങി മറിഞ്ഞു നിൽക്കുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. ഈയൊരു സാഹചര്യത്തിൽ തൽക്കാലം ഇതൊന്നും ഗൗരിയോട് പറയേണ്ടെന്ന് അവനും കരുതി. തന്നോടൊന്നും സംസാരിക്കാൻ വേണ്ടി മാത്രമായി കാത്തു നിൽക്കുന്ന ആ പാവത്തിനോട് ഈയൊരു വാർത്ത പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അവനും തീരുമാനിച്ചു. നയനെക്കുറിച്ചുള്ള സത്യങ്ങൾ വ്യക്തമായി അറിഞ്ഞതിനു ശേഷം മാത്രമേ ഇത് ഗൗരിയെ അറിയിക്കാൻ പാടുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ടവൻ അവളുടെ അടുത്തേക്ക് നടന്നു. ആദി തൻ്റെ അരികിലേക്ക് വരികയാണെന്ന് കണ്ടതും അവനെ സ്നേഹത്തോടെ അവൾ സ്വാഗതം ചെയ്യാനെന്നോണം ചുണ്ടിൽ നേരെ ഒരു പുഞ്ചിരി വിടർത്തിക്കൊണ്ട് അവിടെ തന്നെ നോക്കി നിൽക്കുന്നതിനിടയിലാണ് ആദിയുടെ പിറകിൽ നിന്നാരോ അവനെ നീട്ടി വിളിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. ആദി, ഡാ ഒന്ന് നിന്നേ. വിളി കേട്ടുന്നതും പെട്ടെന്ന് അവൻ പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പരിഭ്രമിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് ഓടിവരുന്ന മോട്ടുവിനെയാണ് അവന് കാണാൻ കഴിഞ്ഞത്. ആദിയുടെ അടുത്തെത്തിയതും സ്വിച്ച് ഇട്ട് നിർത്തിയതുപോലെ അവൻ പെട്ടെന്ന് നിന്നു. അപ്പോഴും ഓടിത്തളർന്നതിൻ്റെ ക്ഷീണവും കിതപ്പും അവനെ വിട്ടുമാറിയിരുന്നില്ല. സംസാരിക്കാൻ കഴിയാതെ കിതച്ചുകൊണ്ടവൻ ആദിയെ നോക്കി എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി. പറയുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത ദേഷ്യത്തോടെ ആദി അവനോട് ഒച്ചയെടുത്തു. എന്താടാ, എന്താ കാര്യം? എന്തിനാ നീ വെപ്രാൾപ്പെട്ട് ഇവിടേക്ക് ഓടി വന്നത്? ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. കുറച്ചു നേരത്തേക്ക് കിതപ്പിനെ നിയന്ത്രിച്ചുകൊണ്ടവൻ ഉള്ളം കയ്യിൽ പിടിച്ചിരുന്ന മൊബൈൽ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് അവൻ്റെ നേർക്ക് നീട്ടിക്കൊടുത്തു. ഡാ ആദി, നീ ഇതൊന്ന് നോക്കടാ. കലോത്സവത്തിനിടയിൽ അറിയാതെ ആരോ എടുത്ത വീഡിയോ ആണിത്. +2 പഠിക്കുന്ന എൻ്റെ കൊച്ചാപ്പാൻ്റെ മകൻ്റെ ഫോണിലേക്ക് ആരോ സെൻഡ് ചെയ്ത് കൊടുത്താന്നാ പറഞ്ഞത്. അന്ന് കലോത്സവത്തിനിടയിലുണ്ടായ പ്രശ്നമൊക്കെ അവനും നേരിട്ട് കണ്ടതാണല്ലോ. ഈ വീഡിയോ കണ്ടതും അവന് ചില സംശയങ്ങളൊക്കെ തോന്നിയതുകൊണ്ട് എനിക്ക് അയച്ചു തന്നതാണ്. കണ്ടപ്പോൾ ഞാനും ഞെട്ടിത്തെറിച്ചു നിന്നടാ ആദി. മോട്ടുവിൻ്റെ സംസാരം കേട്ടയുടനെ വീഡിയോ കാണാനുള്ള ആവേശം അവനിലും പൊട്ടിപ്പുറപ്പെട്ടു. വീഡിയോ പ്ലേ ചെയ്ത ശേഷം ആദ്യം മൊബൈൽ സ്ക്രീനിലേക്ക് ദൃഷ്ടികൾ പതിപ്പിച്ചു നിർത്തി. മോട്ടു പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് അവനും തിരിച്ചറിയുകയായിരുന്നു. ആരെയും ഞെട്ടിത്തരിപ്പിച്ചു നിർത്താൻ സാധിക്കുന്ന ആ കാഴ്ച അവൻ്റെ ദേഷ്യത്തെ ഒന്നുകൂടി പിടിച്ചു കുലുക്കാനിടയാക്കി. കണ്ണുകളിൽ ഇരച്ചു പൊന്തിയ ദേഷ്യത്തോടെ പല്ലുകൾ കൂട്ടിക്കടിച്ചുകൊണ്ടവൻ അലറി. എവിടെയുണ്ടടാ അവള്? നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പിറകുവശത്തെ മാന്തോപ്പിൽ അവളും കൂട്ടുകാരികളും ചിരിച്ചു കളിച്ച് ഒപ്പം ഇരിക്കുന്നത് കണ്ടിട്ടാ ഞാൻ ഇവിടേക്ക് പാഞ്ഞു വന്നത്. അവിടെ ഉണ്ടാകും ആ ഇബിലീസ് പിടിച്ചവള്. മാന്തോപ്പിൻ്റെ ദിശയിലേക്ക് വിരൽ ചൂണ്ടി അവൻ ഉറപ്പിച്ചു പറഞ്ഞു.